പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമുക്കിന്ന് വളരെ വിശേഷപ്പെട്ട പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തിലേക്ക്, ഒരു അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം. വളരെ കാലമായിട്ട് ഈ ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് അതിന് ഭാഗ്യമൊത്തത്. അപ്പോൾ ഈ മകരവിളക്കിന്, മകരസംക്രാന്തി ദിനത്തിൽ ശബരിമല ശാസ്താവിൻ്റെ ദീപാരാധന നടക്കുന്ന സമയത്ത് തന്നെ ദീപാരാധനയും അതുപോലെ പടിപൂജയും ഒക്കെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ വിശേഷങ്ങളുള്ള ഒരു ക്ഷേത്രം. അത് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. തടിയൂർ അടുത്ത് കടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തടിയൂരിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ തികച്ചില്ല ഉള്ളിലോട്ട് അല്പം കയറ്റം കയറി വരണം. ഒരു മലമ്പ്രദേശമാണ്. അവിടെയാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. അപ്പോൾ ശബരിമലയിലെ പോലെ ഉള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നടത്തപ്പെടുന്ന അനേകം സ്വാമി അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങൾ കേരളത്തിന് വെളിയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അത് അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ 18-ാം പടി അതുപോലെ പണിതുയർത്തിയിരിക്കുന്നതും 18-ാം പടിയിലെ ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ. അപ്പോൾ ഇന്ന് ഈ ക്ഷേത്രം നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടുത്തെ ദീപാരാധനയിലും പങ്കെടുത്ത് അതുപോലെ ഇവിടുത്തെ വിശേഷപ്പെട്ട പടിപൂജയും കണ്ടു തൊഴാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരൂ, എല്ലാവർക്കും ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇവിടുത്തെ 18-ാം പടി കാണാം, പടിപൂജ കാണാം, ദീപാരാധന കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവിടുത്തെ 18-ാം പടിയും നിർമ്മിച്ചിരിക്കുന്നത് ശബരിമലയിലെ 18-ാം പടിയുടെ അതേ അളവിലും രീതിയിലുമാണ്. അതുപോലെ ഇവിടെയും ഈ 18-ാം പടി നമുക്ക് സാധാരണ നൊയമ്പ് നോക്കാതെ, വ്രതമെടുക്കാതെ വരുന്നവർക്ക് 18-ാം പടി കയറാൻ സാധിക്കില്ല. 41 ദിവസത്തെ വ്രതം എടുത്ത് തന്നെയാണ്. അതുപോലെ കെട്ടും തലയിലേറ്റി വേണം ഇവിടെ മല കയറി വരുന്നത് പോലെ തന്നെ ഈ 18-ാം പടി കയറി ഭഗവാന്റെ സന്നിധാനത്തിലെത്താൻ. അല്ലാത്തവർക്ക് വേറെ വഴിയുണ്ട്, അതിലേ കയറി വരാം. ഞങ്ങളും അങ്ങനെയാണ് കയറി വന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട്, വളരെ ഭംഗിയായിട്ട് ആചാര അനുഷ്ഠാനങ്ങളോടെ സംരക്ഷിച്ചു പോരുന്ന ഈ ക്ഷേത്രനടയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ദീപാരാധന കഴിഞ്ഞ ശേഷം ഇവിടെ പടിപൂജ നടക്കുകയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണത്. നമ്മൾ ശബരിമലയിലേത് കണ്ടിട്ടുണ്ട്, അത് നേരിട്ട് കണ്ടിട്ടില്ല, അല്ലാതെ വീഡിയോ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നേരിൽ വന്ന് കാണാനുള്ള അവസരമുണ്ട്. അതുപോലെ അടുത്ത കാലത്ത് വളരെ പ്രസക്തിയും പ്രാധാന്യവും നേടിയിട്ടുള്ള ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള നല്ലൊരു ക്ഷേത്രമാണ്. ഉപദേവന്മാരെല്ലാം ഉണ്ട്. വളരെ ഭംഗിയാർന്ന ഒരു അന്തരീക്ഷം, ചുറ്റുപാട് പ്രകൃതിയോട്, ശബരിമലയിലെ പോലെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വനവും ഒരു അന്തരീക്ഷം, അത്തരം ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ശബരിമലയ്ക്ക് എല്ലാ വർഷവും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എല്ലാവർക്കും പോകാനുള്ള അവസരം കിട്ടാതെ വരുമ്പോഴും ഒക്കെ നമുക്ക് ഇവിടെ വന്ന്, അല്ലാതെയും വരാം, ഇവിടെ വന്ന് തൊഴുന്നതിനും അല്ലെങ്കിൽ വ്രതമെടുത്ത് 18-ാം പടി കയറി സായുജ്യം അടയുന്നതിനും ഒക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ ഇന്നത്തെ മകരവിളക്ക് പൂജയിലും പടിപൂജയിലും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ദീപാരാധനയിലേക്കും പടിപൂജയിലേക്കും ഒക്കെ പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ വീഡിയോ കാണാം.
ശബരിമല മുൻ തന്ത്രിയായിരുന്ന രാജീവര് കണ്ഠരരാണ് ഈ പുത്തൻ ശബരിമലയിലെയും 18-ാം പടിയുടെ പടിപൂജ നടത്തുന്നത്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ പടിപൂജയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.